അതേമാതിരി തന്നെ ദീസ് പീപ്പിൾ ഹാവ് ഗോട്ട് ആക്സ് ടു എന്താ ടു യൂസ്. അതേമാതിരി തന്നെ ദീസ് പീപ്പിൾ ഹാവ് ഗോട്ട് ആക്സ് ടു എന്താ ടു യൂസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ അധികാരത്തിലേക്കുള്ള വരവിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത് താനായി ഒരു യുദ്ധവും തുടങ്ങില്ല എന്നുള്ളതാണ്. സംരക്ഷണവാദം ശക്തമായി ഉയർത്തിയിരുന്ന ആളാണ് അദ്ദേഹം. ഇപ്പോഴിതാ ഈ സമീപകാലത്ത് ഗൾഫ്, മധ്യപൂർവ്വദേശം അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം വലിയ അനിശ്ചിതാവസ്ഥയിലേക്കും ആശങ്കയിലേക്കും തള്ളിവിടുന്ന ഒരു യുദ്ധത്തിന് അദ്ദേഹം തന്നെ തുടക്കമിടുകയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? അതങ്ങനെ ഒരു യുദ്ധമായി മാറാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ നമുക്ക് ഈ സമയത്ത് കഴിയുകയുള്ളൂ. കാരണം നമ്മളോട് വലിയ ക്ലോസ് പ്രോക്സിമിറ്റി ഉള്ള ഒരു റീജിയനാണ്. നമ്മുടെ നിരവധി ആൾക്കാർ അവിടെയുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു ഫുൾ ഫ്ലെജ്ഡ് വാറിലേക്ക് പോവുക എന്നുള്ളത് അനഭിലഷണീയമാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. നിങ്ങളായി നിങ്ങളുടെ പാടായി. അപ്പോൾ ഇന്ത്യയെ പോലെ ഈ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരോട് വലിയ സൗഹൃദം, കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് കേവല ബന്ധമല്ല, മറിച്ച് സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ, സഹകരണത്തിലുള്ള താല്പര്യങ്ങൾ, അങ്ങനെ എല്ലാമുള്ള 3 രാജ്യങ്ങളാണ് ഇതിലുള്ളത്. ഇറാനുമായിട്ടാണെങ്കിലും അമേരിക്കയുമായിട്ടാണെങ്കിലും ഇസ്രായേലുമായിട്ടാണെങ്കിലും ഇന്ത്യക്ക് അത് ഒരേപോലെ തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും വളരെ മെഷേർഡ് ആണ് നമ്മുടെ പ്രതികരണത്തിൽ. നമ്മൾ അതുകൊണ്ട് തന്നെ ഇത് എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല, പീസാണ് അൾട്ടിമേറ്റ്ലി റീജിയണൽ പുലരുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയുക എന്നുള്ളതാണ് അതിന്റെ ഒരു വശം. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, ഫ്രീ. പക്ഷെ ഡിസ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് വളരെ ഗുരുതരവുമാണ്. ഉദാഹരണത്തിന് 1970 ഇറാൻ NPT സിഗ്നറ്ററി ആകുന്നത്, ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി. അതവർ ഒപ്പിടുമ്പോൾ അതിന്റെ അർത്ഥം, അവരുടെ പ്രഖ്യാപനം, ഞങ്ങളൊരു നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയിരിക്കുമെന്നാണ്. അതായത് ഞങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ ഡെവലപ്പ് ചെയ്യില്ല. അത് അവരുടെ കമ്മിറ്റ്മെന്റ് ആണ്. പക്ഷെ അതിനുശേഷം അവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് വളരെ ഉയർന്ന സ്പീഡിലാണ് ഈ ന്യൂക്ലിയർ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ തന്നെ ചില റിപ്പോർട്ടുകളുണ്ട്. അതിൽ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 9 ടൺ യുറേനിയം അവർ സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു. അതിൽ 400 കിലോയിലധികം 60% മുകളിലായിട്ട് അവർ സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു. അത് ഏത് നിമിഷവും 90% മുകളിലാകാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വെപ്പൺ ഗ്രേഡ് ആണ്. നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നിലവിൽ അത് നിയർ വെപ്പൺ ഗ്രേഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായതും അവരുടെ പല ന്യൂക്ലിയർ കേന്ദ്രങ്ങളെയും ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ NPT സിഗ്നറ്ററി ആയിരിക്കുന്ന ഒരു രാജ്യം ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കണ്ടീഷൻ. ആരാടോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അവന്റെ ഒടുക്കത്തെ വകുപ്പ് നിയമവും. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ പരിശോധനകൾ വളരെ റുട്ടീനായിട്ട് നടത്തുന്ന പരിശോധനകളാണ്, അത് അവർ അംഗീകരിക്കുകയും വേണം. പക്ഷെ ഈ 2 കാര്യങ്ങളും ഇറാൻ തുടർച്ചയായിട്ട് വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു കേവല കരാർ ലംഘനം എന്നുള്ളതല്ല, അതൊരു ബ്രീച്ച് ഓഫ് കമ്മിറ്റ്മെന്റ് ആണ്, ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. അത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. സത്യത്തിൽ ഇസ്രായേൽ പറയുന്ന വാദത്തിന് ബലം കിട്ടുന്നത് പോലും അവിടെയാണ്. അതായത് ഇസ്രായേലിനെതിരെ പ്രോക്സി വാർ നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ഇറാനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതൊന്നും ആർക്കും അറിയത്തില്ല, നാം മുതലാളിയുടെ വിചാരം. ഹെസ്ബുള്ളയെ അല്ലെങ്കിൽ ഹമാസിനെ ഒക്കെ തന്നെ പരസ്യമായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്, പരസ്യമായിട്ട് അവരെ പ്രൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡെലിഗേറ്റ്സിന് ഒക്കെ അവിടെ വരാനുള്ള സാഹചര്യമുണ്ട്. സാമ്പത്തിക സഹായം, ആയുധത്തിൽ, പരിശീലനത്തിൽ, സാങ്കേതികതയിലൊക്കെ തന്നെ പിന്നിൽ നിൽക്കുന്നത് ഇറാനാണ് എന്നുള്ളത് പരക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. പക്ഷെ കഴിഞ്ഞ ഒരു 25 വർഷത്തെയെങ്കിലും മാധ്യമ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഭൂപടത്തിൽ ഉണ്ടാകരുത് എന്ന താല്പര്യം ഇറാൻ പലപ്പോഴും പറയുന്നുണ്ട്. ഇസ്രായേൽ എന്നുള്ള ഒരു സയനിസ്റ്റ് രാജ്യം ലോകത്തുണ്ടാകരുത്, ലോക ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് കേവലം ഖമനയി മാത്രം പറയുന്നതല്ല, നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദി നജാദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നതാണ്. ഇപ്പൊ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ ആണ് പോകാതെ NPT should be thrown into the basket. എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഇസ് ദിസ് വീറ്റോ ഇൻ ദ UN വീറ്റോ എന്താണ്? കുറച്ച് ആൾക്കാർക്ക് മാത്രം വീറ്റോ ചെയ്യാനായിട്ടുള്ള, അതാണ് അവർ UN. അതുകൊണ്ട് UN തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. NPT പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോർത്ത് കൊറിയയിൽ NPT ബാധിച്ചോ? ഇസ്രായേൽ തോന്നിയ വിധത്തിൽ ബോംബുണ്ടാക്കിയോ? ഇന്ത്യ ബാറ്റ് ബോംബുണ്ടാക്കി, പോഖറാൻ 1, 2. ആ സമയങ്ങളിൽ എന്തായിരുന്നു വെച്ചുണ്ടാക്കിയിരുന്നത്? പാകിസ്ഥാൻ ബോംബുണ്ടാക്കിയില്ലേ? അപ്പൊ എന്താ കുറച്ച് ആൾക്കാർക്ക് ബോംബുണ്ടാക്കാം, കുറച്ച് ആൾക്കാർക്ക് ബോംബുണ്ടാക്കാൻ പാടില്ല? അതെന്തോർത്ഥാനാണ്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? നല്ല ബന്ധങ്ങളാണ്, ഇറാനായിട്ട് നല്ല ബന്ധമാണ്, ഇവരായിട്ടും നല്ല ബന്ധമാണ്. പക്ഷെ അദ്ദേഹം നമ്മൾ തന്നെ പോയിട്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നു. അതെന്താ അർത്ഥത്തില? പാകിസ്ഥാനെ എതിർക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല,
മനസ്സിലായില്ലേ? സ്ത്രീകളെ വെട്ടിക്കൊല്ലുന്ന ഒരു രാജ്യത്ത്, മനസ്സിലായില്ലേ? അത് ഏറ്റവും ദ വേഴ്സ്റ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ദ വേൾഡ്. ആ രാജ്യത്തായിട്ട് നമ്മൾ ബന്ധം കീപ്പ് ചെയ്യുന്നു. സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യത്തിൽ അവിടെയില്ല ഇവിടെയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായിട്ട് പോരാടാനായിട്ടുള്ള എല്ലാ അധികാരവും ഇറാനുണ്ട്. അത് പോരാടും. ഒരു കാര്യം കൂടെ പറയാം, അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ ആ രാജ്യത്തിന് കീഴടക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയോ? അത് വലിയൊരു രാജ്യമാണ്. അവിടേക്കുള്ള രാജ്യങ്ങളിലൊക്കെ ഇടപെട്ട് ഈ കുഴപ്പമുണ്ടാക്കുന്ന ഈ സാമ്രാജ്യ ശക്തിക്ക് ഞാൻ തികച്ചും എതിരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഇസ്രായേൽ ഒരിക്കലും അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അവര് ഒരു ന്യൂക്ലിയർ രാജ്യമാണോ അല്ലയോ, ഈ കാര്യത്തിനെ കുറിച്ച് അവർ പറയുന്നില്ല. അവരും NPT സിഗ്നറ്ററി അല്ല, ഇന്ത്യ NPT സിഗ്നറ്ററി അല്ല, പാകിസ്ഥാൻ NPT സിഗ്നറ്ററി അല്ല, ഈ രാജ്യങ്ങളൊന്നും തന്നെ NPT സിഗ്നറ്ററി അല്ല. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇറാൻ അതിലെ സിഗ്നറ്ററി ആണ്. 1970 അവർ സൈൻ ചെയ്തു. അവർക്ക് വേണ്ടുന്നത് പവറിന് വേണ്ടിയിട്ടുള്ള എൻറിച്ച്മെന്റ് ആണ് എങ്കിൽ പവറിന് വേണ്ടുന്നത് ലോ എൻറിച്ച്മെന്റ് ആണ്. അപ്പൊ എന്തിനാണ് 60% മുകളിലേക്ക് പോയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 90% പോകാനുള്ള സാധ്യതയുള്ളത്? അത് വെപ്പൺ ഗ്രേഡ് മാത്രമാണ്. മൊമെന്റ് നമ്മൾ ഈ 20% ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് വെപ്പൺറി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ NPT സിഗ്നറ്ററി ആയിരിക്കും, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പിന്നെ എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ IAEA ഇൻസ്പെക്ഷൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനേക്കാൾ കൂടുതൽ എൻറിച്ച്മെന്റ് അവിടെ നടക്കുന്നത് കൊണ്ടാണ്. അത് ശരിയാ. അപ്പൊ ഇറാന് വേണമെങ്കിൽ ആർട്ടിക്കിൾ 10 ഉപയോഗിച്ച് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. പക്ഷെ പ്രശ്നം ഈ രീതിയിലത്തേക്കുള്ള പലതരത്തിലുള്ള ഉപരോധങ്ങൾക്ക് അവർക്കുണ്ടാകും. ആ സമയത്ത് അവർക്ക് ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒന്ന്, അത് അങ്ങനെയല്ലാന്ന് വിശ്വസിക്കുന്നതേ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം വന്നിരുന്നു. എങ്ങനെയാണ് ആ മിഷൻ അത്ര സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി അവരെടുത്ത എഫേർട്ട് എന്താണ് എന്നുള്ളത്. അപ്പൊ അന്നത്തെ അവകാശവാദം തെറ്റായിരുന്നു എന്നാണോ ഇപ്പോൾ പ്രസിഡന്റ് തന്നെ പറയുന്നത്? ബോംബിട്ട് തകർത്താലും അതിന്റെ റേഡിയേഷൻ റിസ്ക് എത്രയാണ്? അവർ വീണ്ടും ഈ പരിപാടികളൊക്കെ തന്നെ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ടോ? ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാകണം. ആ മോണിറ്ററിംഗ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 മാസമായിട്ട് IAEA ഇവർക്ക് റിക്വസ്റ്റ് അയക്കുകയാണ്. പക്ഷെ ആ റിക്വസ്റ്റ് അയച്ചതിന് ശേഷവും ഇതിൽ സിഗ്നറ്ററി ആയിട്ട് തുടരുന്ന ഒരു രാജ്യം അതിന് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹൈഡ് ചെയ്യാനുള്ളത് ഇന്ത്യക്കല്ല, ഹൈഡ് ചെയ്യാനുള്ളത് അമേരിക്കയ്ക്കല്ല, ഹൈഡ് ചെയ്യാനുള്ളത് ഇസ്രായേലിനല്ല, മറിച്ച് ഹൈഡ് ചെയ്യാനുള്ളത് ഇറാനാണ്. ആണല്ലേ? അവർക്ക് കരാറൊന്നും ബാധകമല്ല, പിന്നെ വരുന്ന സ്റ്റേറ്റുകൾക്ക് ബാധകമാണ്. അപ്പൊ അങ്ങനെ ബാധകമാണെങ്കിൽ അവർ ഈ കരാറിൽ ഒപ്പിടണം. അപ്പൊ കുറെ ആൾക്കാരെ പിടിച്ച് കഴുത്തിന് തിരിച്ച് വെച്ച് കരാറിൽ ഒപ്പിടിച്ച് എന്നിട്ട് പിന്നെ പറയണം നിങ്ങൾ കരാറിൽ ഒപ്പിട്ട്, നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യയിലെ ഡിറ്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറ്റമിക് പവർ കൊടുത്തിരിക്കുന്നത്, രണ്ടുപേർക്കുന്നു. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഇറാനും ഇസ്രായേലിനും കൂടെ കൊടുക്കാലോ. എന്തുകൊണ്ട്? അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ റോഗ് സ്റ്റേറ്റുമായിട്ട് എന്തെങ്കിലും കരാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? കൊറിയൊക്കെ എന്ത് പറ്റിയിരുന്നു? കൊറിയൊക്കെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. കൊറിയ എത്ര കാലമായിട്ട് ഒരു പ്രശ്നമില്ല. എന്ന് അതിന്റെ ഇടയിൽ പറയുന്നു എന്തെന്ന് റഷ്യൻ ചൈനയായിട്ട് മതിയെന്ന്. അവർക്ക് റഷ്യൻ ചൈനയായിട്ട് മതിയെന്നേ. അവര് ആ ബ്ലോക്കിൽ പെട്ടാണ്. നിങ്ങളുടെ US ആയിട്ട് അവർക്ക് ഇടപാട് വേണ്ട. അതേമാതിരി തന്നെ ദീസ് പീപ്പിൾ ഹാവ് ഗോട്ട് ആക്സ് ടു യൂസ്. അപ്പൊ ആ ആക്സ് ഇംഗ്ലീഷ് നിർത്ത്. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. ഇതിനെ തിരിപ്പിക്കാൻ നോക്കുക. നമ്മുടെ വാദങ്ങളെ ഡയറക്റ്റ് ഡിസ്കഷൻ അല്ലേ നടക്കുന്നത്. ഇസ് ഇറ്റ് ഫെയർ? ഒരു രാജ്യത്തിന് ഒന്നും ബാധകമാണ്, വേറെ രാജ്യത്തിന് വേറൊന്ന് ബാധകമാണ്. അങ്ങനത്തെ ഒരു ഫെയർ അല്ലല്ലോ അത്. ഒരു കരാറിൽ ഒപ്പിട്ടത് കൊണ്ട് ഇറാൻ ആണവായുധം പാടില്ല, കരാറിൽ ഒപ്പിടാത്ത ഇന്ത്യക്ക് പറ്റും, അത് ഇരട്ടത്താപ്പാണ് എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയാണ്. കാരണം ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ കാലത്താണ് ഇറാൻ ഈ കരാറിൽ NPT സൈൻ ചെയ്യുന്നത്. അത് പിന്നീട് ഗവൺമെന്റ് റാറ്റിഫൈ ചെയ്തതാണ്. ആദ്യം തന്നെയുള്ള 62 സിഗ്നറ്ററീസിൽ ഒരാളാണ് ഇറാൻ. സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം മാത്രമാണ് അവർക്ക് അനുവദനീയമായിട്ടുള്ളത്. ഇനി അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങാമല്ലോ. അന്താരാഷ്ട്ര തലത്തിൽ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ കരാറിന്റെ കണ്ടീഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം. അത് പറ്റുന്നില്ല എങ്കിൽ അതിലെ ആർട്ടിക്കിൾ 10 ഉപയോഗിച്ചുകൊണ്ട് 3 മാസത്തെ മാത്രം അഡ്വാൻസ് നോട്ടീസ് കൊടുത്ത് മെമ്പർ സ്റ്റേറ്റ്സിനെ അറിയിച്ച് UN സെക്യൂരിറ്റി കൗൺസിലിനെ അറിയിച്ച് ഞങ്ങൾക്ക് ചില എക്സ്ട്രാ ഓർഡിനറി ഇവന്റുകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും എനിക്കും എല്ലാം ഒരേ പോയിന്റ് ആണ്. കാരണം ഇന്ത്യ ഈ NPT എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ് എന്ന് പറഞ്ഞ് എതിർത്ത് വോട്ട് ചെയ്താണ്. ഒറ്റ സെക്കൻഡ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ അന്നത്തെ വിദേശകാര്യമന്ത്രി MC ചഗ്ലയാണ്. അദ്ദേഹം പറഞ്ഞത് ഡിസ്ക്രിമിനേറ്ററി ആണ്, അൺഫെയർ ആണ്, അൺഈക്വൽ ആണ്. കോൺഗ്രസ് ആ സ്റ്റാൻഡ് എടുത്തു, BJP അതേ സ്റ്റാൻഡ് എൻഡോഴ്സ് ചെയ്യുന്നു. പക്ഷെ അവിടെയുള്ള വ്യത്യാസം എന്താണ്?
വ്യത്യാസം നമ്മളത് സൈൻ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ സൈൻ ചെയ്തതിന് ശേഷം അതിലുള്ള കണ്ടീഷൻസ് ബാധകമല്ലാതെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത്.